മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമമഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. ഇന്നു ഞങ്ങൾ ദുഃഖിക്കുന്നുണ്ട്, ലോകത്തിൽ നിന്നിതരാ. അന്നു ഞങ്ങൾ ആനന്ദിച്ചിടും, ദൂതരാൽ വന്നിതരാ. യേശുരാജൻ വരുന്നുണ്ട്, ലോകത്തിൽ വാഴുവാനായി. ഏവരോടും കൽപ്പിക്കുന്നുണ്ട്, ഒരുങ്ങിക്കൊള്ളുവാനായി. ഇന്ന് വചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നത് കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി. പ്രാർത്ഥനയോടെ ധ്യാന ചിന്തകൾ ശ്രവിക്കാം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 12 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും, എന്നാൽ ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും സ്നാനമേറ്റു. അനന്തരം യെരുശലേമിലുള്ള അപ്പോസ്തലന്മാർ ശമര്യർ ദൈവവചനം കൈക്കൊണ്ടു എന്ന് കേട്ട് പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുക്കൽ അയച്ചു. അവർ ചെന്ന് അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് അവർക്കായി പ്രാർത്ഥിച്ചു. അന്നുവരെ അവരിൽ ആരുടെ മേലും ആത്മാവ് വന്നിരുന്നില്ല. അവർ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്നാനം ഏറ്റിരുന്നതേയുള്ളൂ. അവർ അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ വേദഭാഗം കുറേ ചിന്താക്കുഴപ്പങ്ങൾക്ക്, വ്യത്യസ്ത ഉപദേശങ്ങൾക്ക്, പഠിപ്പിക്കലുകൾക്കൊക്കെ കാരണമായിട്ടുള്ള ഒരു വേദഭാഗമാണ്. ഈ ഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്നാനം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലല്ല, സ്നാനം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആയിരിക്കണം എന്ന് പഠിപ്പിക്കുന്ന സഭാവിഭാഗങ്ങൾ തന്നെ ഉണ്ട്. അതുപോലെ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് സ്നാനപ്പെടുന്നവർക്ക് പിതാവും പുത്രനും മാത്രമേ ലഭിക്കുന്നുള്ളൂ. പിന്നീട് പരിശുദ്ധാത്മാവ് ലഭിക്കണമെങ്കിൽ അതിന് ശ്രേഷ്ഠ ദൈവദാസന്മാർ, ഉയർന്ന ആളുകൾ, മുതിർന്ന ആളുകൾ ഒക്കെ വരികയോ പ്രാർത്ഥിക്കുകയോ കൈവയ്ക്കുകയോ ഒക്കെ ചെയ്യണം എന്നുള്ള ഒരു ഉപദേശവും ഈ ഭാഗത്തു നിന്ന് രൂപപ്പെടുവാൻ ഇടയായിട്ടുണ്ട്. എന്നാൽ അങ്ങനെയുള്ള അബദ്ധങ്ങളിലേക്കൊന്നും വഴിമാറേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും വളരെ കൃത്യമായിട്ട് നമുക്കത് പഠിക്കാനായിട്ട് സാധിക്കും. ഒന്നാമത് പറഞ്ഞ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നാനം സംബന്ധിച്ച് ആദ്യം പറയാം. 1-ാം നൂറ്റാണ്ടിൽ കുറേ ചുരുക്കെഴുത്തുകൾ ഉണ്ടായിരുന്നു. 12 അപ്പോസ്തലന്മാർക്ക് 12, 7 ശുശ്രൂഷകന്മാർക്ക് 7, ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളിന് കർത്തൃ ദിവസം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലുള്ള സ്നാനത്തിന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നാനം, ഇങ്ങനെയുള്ള ചുരുക്കപ്പേരുകളുണ്ടായിരുന്നു. നാമം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പഠിച്ചാൽ ഈ സംശയം മാറാവുന്നതേ ഉള്ളൂ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലുള്ള സ്നാനം എന്ന് പറയുമ്പോൾ, സ്നാനപ്പെടുത്തുമ്പോൾ പിതാവെന്നും പുത്രനെന്നും പരിശുദ്ധാത്മാവെന്നും പറയുക എന്നുള്ളതല്ല പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്.
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലുള്ള സ്നാനമെന്ന് പറഞ്ഞാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും അല്ലെങ്കിൽ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും വിശ്വസിക്കുന്നവൻ്റെ അടിസ്ഥാനത്തിലുള്ള സ്നാനമെന്നാണ്. അതായത് പിതാവ് ദൈവം, പുത്രൻ ദൈവം, പരിശുദ്ധാത്മാവ് ദൈവം, എന്നാൽ 3 ദൈവമില്ല, ഏകദൈവം. അതുകൊണ്ടാണ് യേശു സ്നാനത്തിന് കൽപ്പന നൽകിയപ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമങ്ങൾ എന്ന് പറയാതെ നാമം എന്ന് പറഞ്ഞത്. ഇനി നാമം എന്നുള്ളത് ദൈവത്വമാണ് എന്ന് ഉള്ളതിന് ധാരാളം തെളിവുകളുണ്ട്. എൻ്റെ നാമം വൃഥാ എടുക്കരുതെന്ന് പറഞ്ഞാൽ ദൈവനാമത്തിൽ നിങ്ങൾ ആണയിടരുത് എന്ന് പറഞ്ഞാൽ ദൈവനാമത്തിൽ കള്ളത്തരത്തിലുള്ള വ്യാജത്തിലുള്ള ആണയിടരുത് എന്നാണ്. അപ്പോസ്തലനായ പൗലോസും യോഹന്നാനും കൂടെ യെരുശലേമിലെ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തെങ്കിൽ എത്തിയപ്പോൾ ഒരു മുടന്തൻ ഭിക്ഷ ചോദിച്ചു. പത്രോസ് പറഞ്ഞു, വെള്ളിയും പോലും ഞങ്ങൾക്കില്ല, എന്നാൽ യേശുക്രിസ്തുവിൻ്റെ നാമമുണ്ട്. യേശുക്രിസ്തുവിൻ്റെ നാമം സംബന്ധിച്ച് അവനോട് സംസാരിച്ചു. താഴെ വായിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലെ വിശ്വാസത്താൽ ഈ ബലഹീന മനുഷ്യന് ആരോഗ്യം പ്രാപിപ്പാൻ കാരണമായി. അപ്പോൾ സുബോധി 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നാമം എന്ന് പറഞ്ഞാൽ ദൈവത്വമാണ് എന്നുള്ള കാര്യം യഹൂദന്മാർക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് മറ്റൊരുത്തിൽ രക്ഷയില്ല, ഞാൻ രക്ഷിക്കപ്പെടുവാൻ ആകാശ കീഴി മനുഷ്യരുടെ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല, വേറൊരു പേരുമില്ലെന്നല്ല, ദൈവമായി വേറെ ആരുമില്ല എന്നാണ്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കാണ് ദൈവമക്കളാകാൻ അധികാരമുള്ളത്. യേശുവിനെ വിശ്വസിച്ചാൽ പോരാ, അവൻ്റെ നാമത്തിൽ, അവൻ്റെ ദൈവത്വത്തിൽ വിശ്വസിക്കണം. അങ്ങനെ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നവനല്ല, കർത്താവിൻ്റെ നാമം. അങ്ങനെ ധാരാളം വാക്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും യേശുക്രിസ്തുവിൻ്റെ നാമത്തെ അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ ഈ മുടന്തനോട് പറഞ്ഞപ്പോൾ ആ മുടന്തൻ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തിൽ വിശ്വാസം അർപ്പിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവൻ നടന്നും തുള്ളിയും ദൈവത്തെ മഹത്വപ്പെടുത്തി അല്ലെങ്കിൽ സൗഖ്യമുള്ളവനായി തീർന്നത്. അപ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമമെന്ന് പറഞ്ഞാൽ ദൈവമായ പിതാവിൻ്റെയും ദൈവമായ പുത്രൻ്റെയും ദൈവമായ പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലുള്ള അല്ലെങ്കിൽ ദൈവത്വത്തിലുള്ള വിശ്വാസം. അതാണ് പിതാവിലുള്ള വിശ്വാസം, പുത്രനിലുള്ള വിശ്വാസം, പരിശുദ്ധാത്മാവിലുള്ള വിശ്വാസം. അല്ലെങ്കിൽ പിതാവ് എന്ത് ചെയ്തു, പുത്രൻ എന്ത് ചെയ്തു, പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തു, അതിലുള്ള വിശ്വാസം. പിതാവ് നമ്മെ സ്നേഹിച്ചു, മനുഷ്യവർഗത്തിന് രക്ഷയൊരുക്കാൻ പ്രസാദിച്ചു. പുത്രൻ കൃപയാൽ നമുക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായി. പരിശുദ്ധാത്മാവ് ഇക്കാര്യം നമ്മളെ അറിയിച്ച് നാം വിശ്വസിച്ചപ്പോൾ നമ്മുടെ ഉള്ളിൽ വന്ന് നമുക്ക് കൂട്ടായ്മ തന്നു. അതുകൊണ്ടാണ് പിതാവിൻ്റെ സ്നേഹവും പുത്രൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും എന്ന് ആശീർവാദത്തിൽ ഉള്ളത്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ടു എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെ എൻ്റെ ചുരുക്കെഴുത്താണിത്. പിതാവ് ലോകത്തെ സ്നേഹിച്ച കാര്യം വിശ്വസിച്ച്, പരിശുദ്ധാത്മാവ് മനുഷ്യന് വേണ്ടി നരകം അനുഭവിച്ച് അല്ലെങ്കിൽ യാഗമായ കാര്യം വിശ്വസിച്ച്, പുത്രൻ തമ്പുരാൻ യാഗമായ കാര്യം വിശ്വസിച്ച്, പരിശുദ്ധാത്മാവ് ഈ കാര്യം നമ്മെ അറിയിച്ചത്, അതിനാൽ നമ്മിൽ വന്ന് വാസം ചെയ്യുന്ന നമുക്ക് കൂട്ടായ്മ തരുന്ന കാര്യം വിശ്വസിച്ച്
ആളുകൾ സ്നാനപ്പെട്ടത്. അതിൻ്റെ ചുരുക്ക പ്രയോഗമാണ് യേശുക്രിസ്തു നാമത്തിലുള്ള സ്നാനമെന്ന്. യേശു ദൈവമായതുകൊണ്ട് യേശു കൽപ്പിച്ച സ്നാനം, ദൈവമായ യേശു കൽപ്പിച്ച സ്നാനം അത്രയേ ഉള്ളൂ യേശുക്രിസ്തു നാമത്തിലുള്ള സ്നാനം എന്നുള്ളതിൻ്റെ അർത്ഥം. അല്ലാതെ അന്ന് സ്നാനപ്പെടുത്തിയ സമയത്ത് പിതാവെന്നും പുത്രനെന്നും പരിശുദ്ധാത്മാവെന്നും പറയാതെ യേശുക്രിസ്തു എന്ന് പറഞ്ഞു എന്നല്ല. നാമമെന്ന് പറഞ്ഞാൽ ദൈവത്വമാണ്. അപ്പോൾ യേശുക്രിസ്തു നാമത്തിൽ എന്ന് പറഞ്ഞാൽ ദൈവമായ യേശുക്രിസ്തു കൽപ്പിച്ച സ്നാനം. അതാണ് ഇതിൻ്റെ ചുരുക്കം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തുക എന്ന് യേശു കൽപ്പിച്ചതിൻ്റെ ചുരുക്കെഴുത്താണ് യേശുക്രിസ്തു നാമത്തിലുള്ള സ്നാനം. അപ്പോൾ ഫിലിപ്പോസ് ശമരിയിൽ ചെന്ന് സുവിശേഷം പ്രസംഗിച്ചു. താനെന്താ പ്രസംഗിച്ചത്? യേശുക്രിസ്തുവിൻ്റെ നാമത്തെയും ദൈവരാജ്യത്തെയും. യേശുക്രിസ്തുവിനെ കുറിച്ചല്ല, യേശുവിൻ്റെ നാമം, യേശുവിൻ്റെ ദൈവത്വം. യേശു പിതാവിന് തുല്യം ദൈവമാണെന്ന് പറഞ്ഞു. യേശു പിതാവിനെ പോലെ മനുഷ്യനെ സ്നേഹിച്ച് രക്ഷാമാർഗം ഒരുക്കി. ആ കാര്യമാണ് ഫിലിപ്പോസ് പ്രസംഗിച്ചത്. അത് വിശ്വസിച്ചപ്പോൾ അവരെ സ്നാനപ്പെടുത്തി. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവത്തിൽ തന്നെ. പക്ഷേ അതിൻ്റെ ചുരുക്കെഴുത്താണ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ സ്നാനപ്പെടുത്തുമ്പോൾ യേശുക്രിസ്തു എന്ന് മാത്രം പറഞ്ഞു എന്നല്ല, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന് തന്നെ പറഞ്ഞു. അതിൻ്റെ ചുരുക്കെഴുത്താണ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നാനം, ദൈവമായ യേശു കൽപ്പിച്ച സ്നാനം എന്നർത്ഥം. ഇനി ഫിലിപ്പോസി എന്ന് പ്രസംഗിച്ചു സ്നാനപ്പെട്ട ആളുകൾക്ക് പരിശുദ്ധാത്മാവ് കിട്ടിയില്ല പോലും എന്നാണ് താഴെ എഴുതിയിട്ടുള്ളത്. പത്രോസും യോഹന്നാനും വന്ന് അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നാണ്. അപ്പോൾ യേശുവിനെ വിശ്വസിച്ചാൽ പിതാവും പുത്രനും മാത്രമേ ലഭിക്കുകയുള്ളൂ, പരിശുദ്ധാത്മാവ് ലഭിക്കാതിരിക്കുമോ? അങ്ങനെ വേറെയും വാക്യമുണ്ട്, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ എന്നൊരു ചോദ്യവും നമുക്ക് തിരുവെഴുത്തിൽ കാണാൻ കഴിയും. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, അന്ന് വരെ അവരിൽ ആരുടെ മേലും ആത്മാവ് വന്നിരുന്നില്ല. ആത്മാവ് മേൽ വരിക എന്നുള്ളത് ഒരു ചുരുക്കപ്രയോഗമാണ്. അത് പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളുടെ കാര്യമാണ്. ശമര്യർ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ടപ്പോൾ തീർച്ചയായിട്ടും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അവരുടെ ഉള്ളിൽ വന്നു. അല്ലെങ്കിൽ കൃത്യമായിട്ട് പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളിൽ വന്നു. പക്ഷേ പരിശുദ്ധാത്മാവ് മേൽ വരിക എന്നുള്ളത് കൃപാവരങ്ങളുടെ കാര്യമാണ്. അവർക്ക് കൃപാവരങ്ങൾ ലഭിച്ചിരുന്നില്ല. അവർക്ക് കൃപാവരങ്ങൾ ലഭിക്കേണ്ടതിനാണ് പത്രോസും യോഹന്നാനും പ്രാർത്ഥിച്ചത്. അതനുസരിച്ചാണ് അവർക്ക് കൃപാവരങ്ങൾ വെളിപ്പെട്ടത്, അവർക്ക് ലഭിച്ചത്. ഈ ചുരുക്കെഴുത്ത് മനസ്സിലാക്കുമ്പോൾ തീർച്ചയായിട്ടും വളരെ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. യേശുരാജൻ വേഗം